എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആരാണ് ഞാൻ എന്നതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കുകളിലൂടെ സമർത്ഥിക്കുവാനാണ് ഇവിടെ ഞാൻ ശ്രമിക്കുന്നത്. അതായത്, ആരാണ് ഞാൻ, എന്താണ് ഞാൻ, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതധർമ്മം, എങ്ങനെയാണ് ഞാനിവിടെ ജീവിക്കേണ്ടത് ഇത്യാദി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും സ്വയം ഉയരുകയും അതിന് യുക്തമായ ഉത്തരം നാം തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഏതൊരു വ്യക്തിയിലും തിരിച്ചറിവ് എന്ന ആ അനുഗ്രഹം രൂപപ്പെടുന്നത്. തിരിച്ചറിവ് എങ്ങനെയാണ് ഇത്രത്തോളം വ്യക്തമായ അമൂല്യമായ ഒരു വരമായി തീർന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ജീവിക്കാനായി ആവശ്യമായ അറിവെല്ലാം വേണം, അല്ലേ? ജ്ഞാനം വേണം. അറിവ് നേടുമ്പോൾ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ അവനെ തന്നെ വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിവാണ് വേണ്ടത്. തിരിച്ചറിവിന് മാത്രമേ അകക്കണ്ണിലൂടെ അവനെ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് തിരിച്ചറിവ് ഇത്രത്തോളം അമൂല്യമായ ഒന്നായി തീർന്നത്. തിരിച്ചറിവ് അനുഭവിക്കുന്നവന് അവന് ലഭിച്ച അനുഗ്രഹം യഥാർത്ഥമായി അനുഭവിക്കാൻ കഴിയുന്നു. എന്നാൽ തിരിച്ചറിവില്ലാത്ത വ്യക്തിക്ക് തനിക്ക് അനുഗ്രഹമുണ്ടായിട്ടും അത് കൈവിട്ടു പോയതിനു ശേഷമായിരിക്കും അതിൻ്റെ അമൂല്യതയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വപുരുഷനായ സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് ഇങ്ങനെ ഉത്ബോധനം ചെയ്തത്. അതായത്, എല്ലാ ദിവസവും നാം നമ്മോട് തന്നെ സംസ്കരിക്കുവാനായി അല്പനിമിഷമെങ്കിലും നീക്കിവെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും അമൂല്യമുള്ളൊരു വ്യക്തിയായിരിക്കും. ശരിയല്ലേ? ഇവിടെ നാം വളരെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചു എന്നോർത്തു. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവനെ തന്നെ പറ്റി മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നതായി അവന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലഭിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവിതം കൊണ്ട് അവനെന്ത് പ്രയോജനം? അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾ എത്രത്തോളം അർത്ഥവത്താണ്. നമുക്കെല്ലാവർക്കും തിരിച്ചറിവെന്ന അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.